ഭാഗ്യവചനധാര ശ്രോതാക്കൾക്ക് ത്രിയേക ദൈവനാമത്തിൽ സ്നേഹവന്ദനം. ക്രിസ്തീയ ജീവിതം പ്രത്യാശയുടെ ജീവിതമാണ്. അനുകൂല സാഹചര്യങ്ങളിൽ പ്രത്യാശയെപ്പറ്റി സംസാരിക്കാൻ നമുക്ക് താല്പര്യമുണ്ട്. എന്നാൽ പ്രതികൂല സാഹചര്യങ്ങളിൽ പ്രത്യാശയോടെ ദൈവപ്രവൃത്തിക്കായി കാത്തിരിക്കാൻ നമുക്ക് വളരെ പ്രയാസമാണ്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ മൂന്നും ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായി തന്നെ നിലനിൽക്കുന്നു. വിശ്വാസവും സ്നേഹവും പോലെ തന്നെ പ്രധാനമാണ് പ്രത്യാശയും. യഹൂദ മതത്തിൻ്റെ എതിർപ്പുകളുടെ നടുവിലാണ് സഭയുടെ തുടക്കം തന്നെ. റോമൻ ചക്രവർത്തിമാരുടെ ക്രൂരമായ പീഡനങ്ങൾ വളരെ വലുതായിരുന്നു. ക്രിസ്തീയ പീഡനത്തിന് അതിക്രൂരനായ നീറോ ചക്രവർത്തി കുപ്രസിദ്ധനാണ്. AD 54 മുതൽ 68 വരെയുള്ള നീറോയുടെ കാലത്തെ പീഡനങ്ങളിൽ അനേകർ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു, അനേകർ വധിക്കപ്പെട്ടു. ഈ പീഡനങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ടാണ് അപ്പോസ്തലന്മാർ ലേഖനങ്ങൾ എഴുതിയതും വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തിയതും പ്രത്യാശയിലേക്ക് നയിച്ചതും. 1 പത്രോസ് 5-ാം അധ്യായം 6-7 വാക്യങ്ങൾ പ്രത്യാശയുടെ കരുത്തു പകരുന്നവയാണ്. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴെ താണിരിപ്പീൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. പ്രിയ ദൈവമക്കളെ, യേശുക്രിസ്തുവിൽ വിശ്വസിച്ചതിൻ്റെ പേരിൽ റോമൻ ചക്രവർത്തിയായ നീറോയുടെ അതിക്രൂരമായ പീഡനങ്ങൾ നടക്കുന്ന കാലത്താണ് വിശ്വാസികളെ പ്രത്യാശയുള്ളവരും ധൈര്യമുള്ളവരുമായിരിക്കാൻ പ്രബോധിപ്പിക്കുന്നത്. പീഡനങ്ങൾക്ക് നടുവിൽ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരുന്ന് ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിച്ച് ദൈവം ഏത് പ്രതിസന്ധിയിലും കരുതുന്നവനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നേരിടേണ്ടി വരുന്ന സകല പീഡകളും ഭാരവും കഷ്ടപ്പാടുകളും ദൈവത്തിൻ്റെ മേൽ ഭരമേൽപ്പിച്ച് ജീവിച്ചവരും പ്രത്യാശയോടെ ജീവൻ വെടിഞ്ഞവരുടെയും പ്രത്യാശയ്ക്ക് ഭംഗം വന്നില്ല. 300ഓളം വർഷം എന്ന് പറഞ്ഞാൽ 6 തലമുറയോളം റോമ സാമ്രാജ്യത്തിൻ്റെ പീഡനം കൂടിയും കുറഞ്ഞും നടന്നുകൊണ്ടേയിരുന്നു. ഇതൊന്നും ക്രിസ്തു വിശ്വാസത്തെയോ ക്രിസ്തീയ സഭയെയോ തകർക്കുവാനോ തളർത്തുവാനോ കഴിഞ്ഞില്ല. വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നീ അടിസ്ഥാനം ആദിമസഭ അഭംഗുരം നിലനിർത്തി. അതിൻ്റെ പരിണതഫലം AD 320 റോമൻ ചക്രവർത്തിയായ കോൺസ്റ്റന്റൈൻ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു എന്നതാണ്. ക്രിസ്തുമതം സ്വീകരിച്ചു എന്നതാണ്. അതുമാത്രമല്ല, അത്രയും കാലം റോമൻ സാമ്രാജ്യം തകർക്കാൻ ശ്രമിച്ച ക്രിസ്തുമതത്തെ റോമൻ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമായി അംഗീകരിക്കുകയും ചെയ്തു. AD 321 യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പ് ദിനമായ ഞായറാഴ്ച പൊതു ഒഴിവ് ദിവസമായി പ്രഖ്യാപിച്ചു. AD 325 ആയപ്പോൾ ക്രിസ്തീയ സഭയ്ക്ക് എല്ലാവർക്കും സ്വീകാര്യമാം വിധം വിശ്വാസ പ്രമാണം തയ്യാറാക്കുന്നതിന് ഏഷ്യ മൈനറിലെ പ്രധാന പട്ടണമായ നിക്കയിൽ പൊതു സുനോദോസ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി തന്നെ വിളിച്ചു ചേർത്തു. വിവിധ രാജ്യങ്ങളിലെ വിവിധ സഭകളിലെ മെത്രാന്മാരായി 318 പേർ ഈ സുനോദോസിൽ പങ്കെടുത്തു. മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിതമായ ഇന്ത്യൻ സഭയെ പ്രതിനിധീകരിച്ചത് പേർഷ്യൻ സഭയുടെ മെത്രാനായ മാർ യോഹന്നാൻ മെത്രാനായിരുന്നു. അന്ന് ഇന്ത്യൻ സഭയുടെ ഭരണത്തലവൻ അർക്കദയാക്കോൻ എന്ന സ്ഥാനപ്പേരുള്ള മേൽപ്പട്ടക്കാരനായിരുന്നു. മെത്രാൻ സ്ഥാനം പേർഷ്യൻ സഭയ്ക്കും. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ ത്രിയേക ദൈവവിശ്വാസം എല്ലാവർക്കും സ്വീകാര്യമായ വിധം ഉറപ്പിച്ചത് നിക്കിയ സുനോദോസിലാണ്. ഇപ്പോൾ നിക്കിയ സുനോദോസിൻ്റെ 1700-ാം വാർഷികം ആഘോഷിച്ചു വരുന്നതായി കണ്ടപ്പോൾ പത്രോസിൻ്റെ ലേഖനത്തിലെ പ്രത്യാശയുടെ വാക്കുകളാണ് ഓർമ്മയിൽ വരുന്നത്. ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരുന്നാൽ തക്ക സമയത്ത് അവൻ ഉയർത്തുക തന്നെ ചെയ്യും. സകല കൃപയും തക്ക സമയത്ത് നൽകി അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കാം. തക്ക സമയത്ത് അവൻ നമ്മെ ഉയർത്തുക തന്നെ ചെയ്യും. ദൈവകൃപ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ.